അമർനാഥ് യാത്രയ്ക്ക് തീവ്രമായ സുരക്ഷാ ക്രമീകരണങ്ങൾ. ജൂലൈ 3-ന് അമർനാഥ് വാർഷിക യാത്ര ആരംഭിക്കാനിരിക്കെ ജമ്മു കാശ്മീരിലെ സുരക്ഷാ സേന തയ്യാറെടുപ്പുകൾ ശക്തമാക്കിയിരിക്കുകയാണ്. തീവ്രവാദ വിരുദ്ധ മോക്ക് ഡ്രില്ലുകൾ നടത്തുകയും യാത്രാ വഴികളിൽ ബഹുതല സുരക്ഷാ ഗ്രിഡ് വിന്യസിക്കുകയും ചെയ്തു. ശ്രീനഗറിൽ പഠാൻ ചൌക്ക് ബേസ് ക്യാമ്പിൽ പുതുതായി നിർമ്മിച്ച യാത്രീ നിവാസായ ശ്രീ പ്രേംഗാർഗ് ഭവനിൽ ചൊവ്വാഴ്ച ജമ്മു കാശ്മീർ പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും ചേർന്ന് ഭീകരവിരുദ്ധ മോക്ക് ഡ്രിൽ നടത്തി. എല്ലാ യാത്രാ ജില്ലകളിലും സുരക്ഷാ സംവിധാനങ്ങൾ മികച്ച രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് കാശ്മീർ IGP VK ബിർഡി വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് ജവാന്മാർ, കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങൾ, എല്ലാ പങ്കാളികളും ഒരുമിച്ച് ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ മോക്ക് ഡ്രില്ലുകൾ നടത്തി. എല്ലാ യാത്രാ ജില്ലകളിലും മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നുണ്ടെന്നും ബിർഡി പറഞ്ഞു. ഉയർന്ന ഉയരത്തിലുള്ള വെല്ലുവിളികൾക്കായി 24/7 നിരീക്ഷണത്തിനും പ്രത്യേക ടീമുകൾക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ IGP കൂടുതൽ വിശദീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ രാവും പകലും പോലെ വിന്യസിക്കപ്പെടും. തീർത്ഥാടകരുടെ വാഹന വ്യൂഹങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു സുരക്ഷാ ഗ്രിഡ് വിന്യസിച്ചിട്ടുണ്ട്. യാത്രാ ദുർഘടവും ഉയർന്നതുമായ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജില്ലാ ദുരന്ത നിവാരണ സമിതികളുമായി ചേർന്ന് NDAM വിദഗ്ധർ ഇവിടെ ഒരു ടേബിൾ ടോപ്പ് അഭ്യാസം നടത്തുന്നുണ്ട്. ജമ്മു കാശ്മീർ പോലീസിന്റെയും മറ്റ് അർദ്ധസൈനിക സേനകളുടെയും പർവ്വത രക്ഷാ സംഘങ്ങളെ ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ദുർബല പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം റംബാൻ ജില്ലയിൽ ബനിഹാലിലെ ലംബർ ഗ്രൗണ്ടിൽ CRPF ഒരു പ്രധാന ലോജിസ്റ്റിക്സ് സുരക്ഷാ കേന്ദ്രം സ്ഥാപിച്ചു. യാത്രയ്ക്ക് നിർണായകമായ ഒരു കൈമാറ്റ കേന്ദ്രമായി ഈ സ്ഥലം വർദ്ധിക്കുമെന്നും CRPFന്റെ 166-ാം ബറ്റാലിയന്റെ കമാൻഡ് മനീഷ് ബമോള വിശദീകരിച്ചു. ഇവിടെ പ്രാഥമിക പ്രവർത്തനം കോൺവോയ് എക്സ്ചേഞ്ച് പ്രക്രിയയിൽ ഉൾപ്പെടുന്നു. പഹൽഗാമിൽ നിന്നും ബാൽതാലിൽ നിന്നുമുള്ള കോൺവോയുകൾ ജമ്മുവിൽ നിന്നും വരുന്ന കക്ഷികളെ കണ്ടുമുട്ടുന്ന നിയുക്ത എക്സ്ചേഞ്ച് പോയിന്റാണിതെന്നും ജമ്മു ആൻഡ് കാശ്മീർ സൈനികർക്കിടയിൽ കൈമാറ്റം സാധ്യമാക്കുന്നു. ഏകദേശം 17 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ലാംബാർ ഗ്രൗണ്ട് ക്യാമ്പ് സുരക്ഷാ സേനയ്ക്കുള്ള താമസ സൗകര്യവും 22 ലങ്കറുകൾ ഹോസ്റ്റ് ചെയ്യുന്നു. അതേസമയം തീർത്ഥാടകർക്ക് താമസ സൗകര്യം സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും ബമോള പറഞ്ഞു. രാത്രികാല യാത്രാ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കർശനമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ കമാൻഡ് എടുത്തു പറഞ്ഞു. ഈ ക്യാമ്പിന്റെ കട്ട് ഓഫ് സമയം ഉച്ചകഴിഞ്ഞ് 3 മണിയാണ്. അതിനുശേഷം ഒരു തീർത്ഥാടകനോ വിനോദസഞ്ചാരിക്കോ രാത്രിയിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ അനുവാദമില്ല. ലാംബാർ ഗ്രൗണ്ടിൽ ഏകദേശം 1500 പേരെ ഉൾക്കൊള്ളാൻ കഴിയും. ട്രാൻസിറ്റ് സെന്റർ പോലുള്ള അധിക സൗകര്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഇത് ബനിഹാളിലെ മൊത്തം ശേഷി ഏകദേശം 2500 ആളുകളിലേക്ക് എത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഏജൻസികൾ തമ്മിലുള്ള സഹകരണം വിശദീകരിച്ചുകൊണ്ട് സൈറ്റിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം CRPFനാണെങ്കിലും CISF, SSB, BSF എന്നിവിടങ്ങളിൽ നിന്നുള്ള കമ്പനികളെയും സുരക്ഷാ ഗ്രിഡിൽ സംയോജിപ്പിച്ചിട്ടുണ്ടെന്നും ബമോള അറിയിച്ചു. ജമ്മു കാശ്മീർ പോലീസും CRPFും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. സൈന്യം ആന്റി ഡ്രോൺ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ ശേഷികളും സ്ഥാപിച്ചിട്ടുണ്ടെന്നും കമാൻഡ് കൂട്ടിച്ചേർത്തു. ദക്ഷിണ കാശ്മീരിലെ ഹിമാലയത്തിൽ ഏകദേശം 3880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യ അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടനം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത തീർത്ഥാടനങ്ങളിൽ ഒന്നാണ്. ശിവനെ പ്രതീകപ്പെടുത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്വാഭാവികമായും രൂപം കൊണ്ട മഞ്ഞുമൂടിയ ശിവലിംഗത്തിന് പ്രണാമം അർപ്പിക്കുന്നതിനാണ് ഭക്തർ യാത്ര നടത്തുന്നത്. ഈ വർഷത്തെ 57 ദിവസത്തെ തീർത്ഥാടനം ജൂലൈ 3-ന് അനന്ത്നാഗ് ജില്ലയിലെ പരമ്പരാഗത 48 കിലോമീറ്റർ നുൻവാൻ പഹൽഗാം റൂട്ടിൽ നിന്നും ഗന്ദർബാൽ ജില്ലയിലെ ചെറുതും എന്നാൽ കുത്തനെയുള്ളതുമായ 14 കിലോമീറ്റർ ബാൽട്ടാൽ റൂട്ടിൽ നിന്നും ഒരേ സമയം ആരംഭിക്കും. രക്ഷാബന്ധൻ ഉത്സവത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 28-ന് യാത്ര സമാപിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.